ഒരു പുതിയ വഴിത്തിരിവിന് വഴിമരുന്നിട്ടുകൊണ്ട് സിവിൽ ഏവിയേഷൻ രംഗത്ത് ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യ ഒരുങ്ങുന്നു. റഷ്യൻ വ്യവസായ വ്യാപാര ഉപമന്ത്രി അലക്സി ഗുസ്തേവ് വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ വെച്ച് നടത്തിയ പ്രസ്താവനയാണ് ഈ നീക്കത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നത്. യാത്രാ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലോകത്തെ ഞെട്ടിക്കുന്ന തീരുമാനമായി മാറുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ നീക്കങ്ങൾ വെറും ഒരു സാമ്പത്തിക സഹകരണം മാത്രമല്ല, ഒരു കാലത്ത് ലോകത്തിന്റെ ഏക ശക്തിയായി വാണിരുന്ന പാശ്ചാത്യ ശക്തികളെ, പ്രത്യേകിച്ച് അമേരിക്കയെ മറികടന്ന് ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണോ ഇത് എന്ന സംശയം അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്. നിലവിൽ വിരലിലെണ്ണാവുന്ന ചില രാജ്യങ്ങൾ മാത്രമാണ് യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ അമേരിക്കയും ഫ്രാൻസുമാണ് മുൻപന്തിയിൽ. റഷ്യയും ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ മൂന്ന് ശക്തികളിൽ ഒന്ന് ഇന്ത്യയുമായി സഹകരിക്കുന്നത് യാത്രാ വിമാന നിർമ്മാണ രംഗത്ത് ഒരു വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ആരംഭിച്ച ഏകാധിപത്യപരമായ നയങ്ങൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ടുമുള്ള അമേരിക്കയുടെ നിലപാടുകൾ പല രാജ്യങ്ങളെയും അമേരിക്കയിൽ നിന്ന് അകറ്റി. ട്രംപിന്റെ നയങ്ങൾ ലോകരാഷ്ട്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഈ സാഹചര്യത്തിലാണ് റഷ്യയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നതും സൈനിക, സാമ്പത്തിക, വ്യാവസായിക മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതും.